നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും. എന്നാൽ ജനാധിപത്യ ശക്തികളല്ലാത്തവർക്ക്, ജനാധിപത്യം പഥ്യമല്ലാത്തവർക്ക് അത്തരം ചോദ്യം ചെയ്യലുകളോ വിമർശനങ്ങളോ പ്രക്ഷോഭങ്ങളോ അംഗീകരിക്കാൻ കഴിയില്ല. അവർ ധരിക്കുന്നത് അവർ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവരാണ് എന്നാണ്. വലിയ അസഹിഷ്ണുതയോടെയാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അവർ നേരിടുക. ഇവിടെ കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലമായി രാജ്യത്ത് അധികാരത്തിൽ തുടരുന്ന BJP ഗവൺമെന്റിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കുന്നത് BJPയുടെ നേതൃത്വം RSSന്റെ കൈകളിലാണ് എന്നതാണ്. RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിനാണ് അവർ തയ്യാറാക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് അധികാരം എന്ന നിലക്ക് കയ്യിൽ കിട്ടിയതോടെ കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടേതായ അജണ്ട നടപ്പിലാക്കുക എന്നതാണ് കാണുന്നത്. ഓരോ നടപടിയും RSS അജണ്ടയുടെ ഭാഗമായാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മതനിരപേക്ഷത. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിഭാഗം ആളുകളും രാജ്യമാകെയും മതനിരപേക്ഷത അംഗീകരിക്കുമ്പോൾ മതനിരപേക്ഷതയോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗമാണ് സംഘപരിവാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരാൻ പാടില്ല എന്നാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തോട് തെല്ലും ബഹുമാനമില്ലാത്തവരാണ് RSS സംഘപരിവാർ. ജനാധിപത്യ സമ്പ്രദായത്തോട് വലിയ യോജിപ്പ് അവർക്കില്ല. അവരാഗ്രഹിക്കുന്നത് RSSനെ പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത നില ഉണ്ടാവണമെന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ചോദ്യം ചെയ്യപ്പെടലുകൾ സ്വാഭാവികമാണ്. അതിനോട് RSSന് യോജിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരം മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന രാജ്യത്തിന് പറ്റാത്തതാണ് എന്ന് ഭരണഘടന അംഗീകരിക്കുന്ന ആളുകളിൽ തന്നെ
വ്യക്തമാക്കിയിട്ടുണ്ട് RSS. അതിനോട് അവർക്ക് യോജിപ്പുണ്ടായിട്ടില്ല. ഇത് രാജ്യത്തിന് പറ്റിയ ഒന്നല്ല. രാജ്യത്തിന് വേണ്ടത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ സത്യം അംഗീകരിക്കുന്ന ഭരണഘടനയോട് മാത്രമേ യോജിക്കാനാകൂ. ഇതായിരുന്നു സംഘപരിവാർ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ച നിലപാട്. അതിനുശേഷം അവർ തുറന്നു വന്ന നിലപാടും അത് തന്നെയാണ്. ഇപ്പോ കേന്ദ്ര അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഭരണഘടനയെ ഏതെല്ലാം രീതിയിൽ തകർക്കാനാകും ആ ശ്രമമാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് അവരുപയോഗിക്കുന്നത് പൂർണ്ണ വർഗീയതയാണ്. എല്ലാ പ്രശ്നങ്ങളെയും വർഗീയമായി കാണാനും വർഗീയവൽക്കരിക്കാനും വർഗീയ സംഘർഷമുണ്ടാക്കാനും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ കൂട്ടർ തയ്യാറാവുകയാണ്. വർഗീയ സംഘർഷങ്ങളിലൂടെ വർഗീയ കലാപങ്ങളിലൂടെ തങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാനാകും എന്നതാണ് ഇവർ കാണുന്നത്. നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളാകെ വർഗീയ സംഘർഷങ്ങളിലും വർഗീയ കലാപങ്ങളിലും അസ്വസ്ഥരാണെങ്കിൽ ഇക്കൂട്ടർ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും തുടരെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.